ഓം നാരായണ ഗുരുരാധ്യം ശിവലിംഗാര്യമധ്യമാം ശ്രീബോധാനന്ദ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുദേവ തൃപ്പാദങ്ങളാൽ വിരചിതമായ പിണ്ടനന്ദി കൃതി പഠന ക്ലാസ് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും എൻ്റെ വിനീത നമസ്കാരം. ഇന്ന് നമുക്ക് 7ാമത്തെ മന്ത്രത്തിലേക്ക് കടക്കാം. അന്നുള്ള വേദന മറന്നതു നന്നു ഉണർന്നാൽ ഇന്നിങ്ങു തന്നെരിയിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനെന്നു പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭോ. അന്നുള്ള വേദന മറന്നതു നന്നു ഉണർന്നാൽ ഇന്നിങ്ങു തന്നെരിയിൽ വീണു മരിക്കുമയ്യോ. പൊന്നപ്പനെന്നു പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭു. അന്നുള്ള വേദന മറന്നതു നന്ന്. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കാലത്ത് ഞാൻ അനുഭവിച്ചിരിക്കാൻ ഇടയുള്ള വിമ്മിട്ടം ഇപ്പോൾ ഓർമ്മയിൽ വരാത്തത് ഭാഗ്യമായി. ഉണർന്നാൽ ആ ഓർമ്മ തെളിഞ്ഞു വന്നു എന്നിരിക്കട്ടെ. അയ്യോ ഇന്നിങ്ങു തന്നെ, അയ്യോ ഇപ്പോൾ ഇവിടെ തന്നെ എരിയിൽ വീണു മരിക്കും. തീക്കുണ്ടത്തിൽ വീണ് മരിക്കുന്നത് പോലെയുള്ള അനുഭവമായിരിക്കും അത്. പൊന്നപ്പൻ, പൊന്നിൻ്റേതുപോലെയുള്ള മൂല്യവും ഉണ്മയുള്ളതും എല്ലാറ്റിൻ്റെയും രക്ഷിതാവുമായിരിക്കുന്ന നീ. അന്ന് ഞാൻ ഗർഭസ്ഥനായി കിടക്കുന്ന കാലത്ത് പൊറിവാതിൽ, അറിവ് തുറന്നു കിട്ടുന്നതിനുള്ള വാതിലുകൾ ഇട്ടു തന്നിട്ട് തന്നെ എൻ്റെ സത്തയുടെ ഭാഗമാക്കി നീ തീർത്ത് അനുഗ്രഹിച്ചത് കൊണ്ട് മാത്രമാണല്ലോ ഇതും ഇന്നറിയുന്നു. ഇക്കാര്യവും എനിക്കിപ്പോൾ അറിയാൻ കഴിയുന്നു. അല്ലയോ ശംഭു, ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നിരുന്ന കാലത്ത് അനുഭവിച്ചിരിക്കാൻ ഇടയുള്ള യാതനകൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ ഓർക്കാൻ കഴിയാത്തത് നന്നായി. ആ ഓർമ്മ തെളിഞ്ഞു വന്നാലുള്ള അവസ്ഥ, അയ്യോ എനിക്കത് ഓർക്കാൻ പോലും വയ്യ. ഒരു വൻ തീക്കുണ്ടത്തിൽ ചെന്ന് വീണ് മരിക്കാൻ ഇടയാകുന്നത് പോലുള്ള അനുഭവമാകുമായിരുന്നു. ഞാൻ അവിടെ കിടക്കുമ്പോൾ അറിവിൻ്റെ 5 വാതിലുകളായ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഇവ ചേർന്ന് അന്ധകരണം എന്നാണല്ലോ നമ്മൾ വിളിച്ചു പോരുന്നത്. ലൗകികത്തിൽ പൊന്നിനുള്ള മൂല്യം എത്രയാണോ അത്രയും മൂല്യം ആധ്യാത്മികയിലുള്ളത് ശംഭുവിനാണ്. എന്തുകൊണ്ടാണ് ഈ പൊന്നപ്പൻ എന്ന് വിളിച്ചത്? എന്തുകൊണ്ടാ? അപ്പൊ ഈ സ്വർണ്ണപ്പൻ എന്ന് വിളിച്ചൂടെ? അപ്പൊ സ്വർണ്ണപ്പനെന്ന് സ്വർണത്തിനേക്കാളും മൂല്യം കൂടുതൽ പൊന്നിനില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ വിളിച്ചത്. അങ്ങനെയുള്ള ശംഭു അങ്ങ് പൊന്നപ്പൻ എന്ന വാക്കിന് തികച്ചും അർഹനാണ്. അപ്രമേയനായ നീ ഒരുക്കി വെച്ച അപ്രമേയമായ ഈ ജീവിത വ്യവസ്ഥയെ പറ്റി ചിന്തിച്ച് ആശ്ചര്യം തോന്നുന്നു. സർവം ശംഭുമയം എന്ന വെളിവ് ജീവിതത്തെ അനുഭവമാക്കി തീർക്കട്ടെ. പഴയ കാര്യങ്ങൾ ഓർക്കുവാനും അവയെ വിലയിരുത്തുവാനും ഇടയായത് ബോധത്തിന് വെളിയിലേക്ക് വന്ന് വ്യാപരിക്കുവാനുള്ള വാതിലുകൾ തുറന്നു കിട്ടിയത് കൊണ്ടാണ്. ആ വാതിലുകളെയാണ് കരണങ്ങൾ എന്ന് വിളിച്ചു പോരുന്നത്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നീ 4 എണ്ണത്തെ ചേർത്ത് അന്ധകരണം എന്ന് വിളിച്ചു പോരുന്നു. ഈ അന്ധകരണങ്ങൾക്കുള്ള വ്യാപരിക്കാനുള്ള അസംസ്കൃത വസ്തു നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. ഇങ്ങനെ അറിവ് വ്യാപരിക്കുന്ന കരണങ്ങളെ എല്ലാം ചേർത്താണ് പൊറിവാതിലൊരഞ്ചും എന്ന് സങ്കല്പിച്ചത്. 5 പൊറിവാതിലുകളെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് മാത്രം കണക്കാക്കിയ ഓർക്കുക, ചിന്തിക്കുക, വിലപിക്കുക ഇങ്ങനെയുള്ള ഈ സന്ദർഭത്തിൽ പ്രശസ്തിയുള്ള ആന്തരിക വ്യാപാരങ്ങളെ കണക്കിലെടുത്തില്ല എന്ന ദോഷം വരും. ഈ പൊറിവാതിലുകൾ അഥവാ കരണങ്ങൾ എന്നെ രൂപപ്പെട്ടത് എപ്പോഴാണ്? അതും അമ്മയുടെ ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ. ഇങ്ങനെയൊക്കെ സാധിപ്പിക്കാനുള്ള കഴിവ് നിനക്കല്ലാതെ മറ്റാർക്കാണുള്ളത്? ആ കരണങ്ങൾ വച്ചുകൊണ്ട് ഞാൻ നിന്നെപ്പറ്റി കേൾക്കുന്നു. അപ്രമേയനായ നീ ഒരുക്കി വച്ച അപ്രമേയമായ ഈ ജീവിത വ്യവസ്ഥയെപ്പറ്റി ചിന്തിച്ച് ആശ്ചര്യം കൂറുന്നു. സർവം ശംഭുമയം.
എന്ന വെളിവ് ജീവിതത്തെ പരമാനന്ദാനുഭവമാക്കി തീർക്കും എന്ന പ്രത്യാശയോടു കൂടി ഞാൻ ജീവിക്കുന്നു. അന്നുള്ള വേദന മറന്നതു നന്ന്, ഉണർന്നാൽ ഇന്നിങ്ങു തന്നെരിയിൽ വീടു മരിക്കുമയ്യോ. പൊന്നപ്പനെന്നു പൊറിവാതിലൊരഞ്ചുമിട്ടു തന്നിട്ടു തന്നെ ഇതുമിന്നറിയുന്നു ശംഭോ. ഇവിടെ 7-ാം മന്ത്രം ത്തിൻ്റെ കുറച്ച് വിശദാംശങ്ങൾ മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ 8-ാം മന്ത്രമായിട്ട് വരാം. അതുവരെ നന്ദി, നമസ്കാരം, ഗുരുവോ.